ഒരു ദിവസം നിർമ്മാതാവായ ലത്തീഫും വിന്ധ്യനും ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ ചിത്രം കമൽ സംവിധാനം ചെയ്യണമെന്നായിരുന്നു അവർക്ക് ആഗ്രഹം. സംവിധായകൻ സിദ്ദിഖിൻ്റെ കയ്യിൽ ഒരു അപൂർണമായ കഥയുണ്ടായിരുന്നു. അങ്ങനെ ഈ കഥ വെച്ച് സിനിമ ചെയ്യാൻ ലത്തീഫ് കമലിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ തിരക്കഥ ശ്രീനിവാസൻ ചെയ്യണമെന്നായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ ഉണ്ടായ സിനിമയാണ് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ. ആ സിനിമയെക്കുറിച്ച് കമൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ചോദിച്ചു പോവാം. ശരിക്കും ചിരിപ്പിച്ച ഡയലോഗായിരുന്നു അത്. ഈ കഥാപാത്രത്തെ എങ്ങനെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം ഷൂട്ട് ചെയ്തു. എന്നാൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ കള്ളുകുടിയനായി അഭിനയിക്കുന്നത് ശരിയായ രീതിയിൽ ആണോ എന്ന് എനിക്ക് തോന്നി. അന്ന് ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യ അത്രയ്ക്ക് വളർന്നിട്ടില്ല. മോണിറ്റർ സൗകര്യം ഇല്ലാത്തതിനാൽ അഭിനയിച്ച ഭാഗം അപ്പോൾ തന്നെ കണ്ട് വിലയിരുത്താൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഷൂട്ട് ചെയ്ത ഭാഗം അന്ന് തന്നെ ചെന്നൈയിലെ ലാബിലേക്ക് അയച്ചു. അവിടുന്ന് എഡിറ്റർ രാജഗോപാൽ അത് പ്രിന്റ് ചെയ്ത് വീണ്ടും കണ്ണൂരിലെ ലൊക്കേഷനിലേക്ക് തിരിച്ചയച്ചു. ഏകദേശം 4 ദിവസം എടുത്തു പ്രിന്റ് കയ്യിൽ കിട്ടാൻ. ഇത് കിട്ടിയ ഉടൻ രാവിലെ തന്നെ തൊട്ടടുത്ത തിയേറ്ററിൽ പോയി ഈ പ്രിന്റ് ഞങ്ങൾ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മനസ്സിൽ കണ്ടതിലും ഒരു പടി മുകളിലായിരുന്നു ലാലിൻ്റെ പ്രകടനം. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. ഒരു സംവിധായകനും മുകളിൽ ആ അഭിനേതാവ് വർക്ക് ചെയ്യുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല. ഈ ചിത്രത്തിലെ ഓരോ സീനും ശ്രദ്ധിച്ചാൽ അറിയാം മോഹൻലാലിൻ്റെ അഭിനയ മികവ്. അദ്ദേഹം ശരിക്കും ഡയറക്ടേഴ്സ് ആക്ടർ ആണ്. ഏത് സംവിധായകൻ്റെ കയ്യിൽ എത്തിയാലും മികച്ചതായി വർക്ക് ചെയ്യാൻ അറിയുന്ന മഹാനടനാണ് മോഹൻലാൽ. 1996 റിലീസ് ചെയ്ത അഴകിയ രാവണന് ശേഷം ഏകദേശം 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ചിത്രത്തിലൂടെ ശ്രീനിവാസനും കമലും ഒന്നിക്കുന്നത്. സംവിധായകൻ സിദ്ദിഖിൻ്റെ കഥയിൽ സാഗർ കോട്ടപ്പുറം എന്ന മുഴുകുടിയനായ പൈങ്കിളി നോവലിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനൊരു സിനിമയുടെ സ്വഭാവമാക്കിയെടുത്തത് മാസങ്ങൾ കൊണ്ടാണ്. സിനിമയുടെ ഏറ്റവും പ്രധാന ആകർഷണം മോഹൻലാലിൻ്റെ ആ കഥാപാത്രം തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ മനസ്സിൽ കണ്ട് സിദ്ദിഖ് എഴുതിയ കഥയാണ് എന്നതും രസകരമായ കാര്യമാണ്. 1998 ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കമൽ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഏറെ പ്രത്യേകതകളും നിറയെ ട്വിസ്റ്റുകളും നിറഞ്ഞ ചിത്രമായിരുന്നു അത്. ഇന്നും പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ചിത്രം.